My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 275-ാമത്തെ എപ്പിസോഡാണിത്. ഈ അധ്യായത്തിൽ നമ്മൾ ചെറിയൊരു അധ്യായമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഒറ്റ എപ്പിസോഡേ ഉള്ളൂ. ആഗ്നസ് കാസ്റ്റൂസ് ചെറിയൊരു അധ്യായമാണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. തുടക്കത്തിൽ തന്നെ കെന്റ് പറയുന്നത് ഇത് വളരെ അത്ഭുതകരമായ ഔഷധമാണ്, പക്ഷേ പലരാലും അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ഔഷധത്തെ തൻ്റെ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ കെന്റ് അതിൻ്റെ യഥാർത്ഥ സത്ത വെളിപ്പെടുത്തുകയാണ്. വളരെയധികം മാനസിക ലക്ഷണങ്ങൾ, അതിൽ തന്നെ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം കൊണ്ടുണ്ടാകുന്ന ചില ശാരീരിക മാനസിക വ്യഥകൾ, ഉദരസംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ മെൻ്റൽ സിംറ്റംസ് കൃത്യമായിട്ട് സാമാന്യം നല്ല രീതിയിൽ വരുന്നു എന്നതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ സന്ദർഭങ്ങളിൽ കൃത്യമായ കേസുകളിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഔഷധമാണെന്ന് അർത്ഥം. കേവലം ഒരു പ്രമേഹത്തിനുള്ള മരുന്നെന്നോ ഹൃദ്രോഗത്തിനുള്ള മരുന്നെന്നോ പ്രഷറിനുള്ള മരുന്നെന്നോ പറഞ്ഞ് വരുന്ന സാധനങ്ങളല്ല. അത് സാമാന്യം ഭംഗിയായിട്ട് പ്രൂവ് ചെയ്യപ്പെട്ട ഔഷധമാണ്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ദിസ് വണ്ടർഫുൾ റെമഡി ഈസ് ഓഫൺ ഓവർലുക്ഡ്. ഇറ്റ് ഷുഡ് കം ടു മൈൻഡ് ഫോർ ഓൾ ദ സഫറേഴ്സ് ഹു ആർ ബ്രോക്കൺ ഫ്രം സെക്ഷൽ എക്സസസ് ആൻഡ് സീക്രട്ട് വൈസ്. അമിതമായ ലൈംഗികത, രഹസ്യമായ ലൈംഗിക വീഴ്ചകളിൽ അകപ്പെട്ട് അതിൽ അഭിരമിച്ച് നിരവധി ശാരീരിക പ്രശ്നങ്ങൾ, പഴയകാലത്ത് അലോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ ഇല്ലാതിരുന്ന പല അസുഖങ്ങളും, അതുകൊണ്ട് തന്നെ അത് അവ പ്രകടമായിട്ട് വരും. സിഫിലിസ്, ഗോണേറിയ, അതൊക്കെ ഇന്നിപ്പോൾ ഫലപ്രദം എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ പറ്റില്ലെങ്കിലും ബാഹ്യമായ ലക്ഷണങ്ങളെ മായ്ക്കാൻ പറ്റുന്ന ചികിത്സകൾ ഉള്ളതുകൊണ്ട് അത് പ്രകടമായിട്ട് വരുന്നില്ല, പ്രകടമായിട്ട് നമ്മൾ കാണില്ല. പക്ഷേ അത് മറ്റൊരു മണ്ഡലത്തിലേക്ക് പോവുകയും കൂടുതൽ ആഴത്തേക്ക് പോവുകയും കൂടുതൽ സങ്കീർണവും പ്രയാസമേറിയതുമായ രോഗാവസ്ഥകൾ സമൂഹത്തിൽ അന്നത്തേനേക്കാൾ ഒരുപക്ഷെ അധികമായിട്ട് ഇന്നും ഉണ്ടാക്കുന്നുണ്ട്. അന്നില്ലായിരുന്നൊരു പ്രശ്നം എയ്ഡ്സ് ഇന്നുണ്ട്. രോഗസംക്രമണത്തിൻ്റെ അളവ് ചെറിയ പ്രായക്കാരിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് ഒരു റിപ്പോർട്ട് ഇടത്തിലൊക്കെ മറ്റൊരു എപ്പിസോഡിൽ ഞാനത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഇവിടെ മറ്റൊരു സംഭവം കൂടിയുണ്ട്. പിന്നീട് ഈ നല്ല പ്രായത്തിൽ ഇങ്ങനെ ലൈംഗിക അരാജകത്വത്തിൽ അഭിരമിച്ച് ജീവിച്ച ഒരാൾ പിന്നീട് ചിട്ടയായ ഒരു കുടുംബജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ അയാൾ പ്രശ്നങ്ങൾ നേരിടും, അവിടെ അയാൾ പരാജയത്തെ നേരിടും, അയാൾ കഴിഞ്ഞകാല ദുഷ്ചെയ്തികളെക്കുറിച്ച് അയാൾ ദുഃഖിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഈ ആഗ്നസ് കാസ്റ്റൂസിൽ വരുന്നത്. ദ പെയിൽ സിക്ലി ആൻഡ് സാഡ് മോർട്ടൽസ് who lament over their misspent life. പെയിൽ, ഇത് മാനസികവും ശാരീരികമായ ചിത്രം ഒരേ ഒറ്റ വാചകത്തിൽ കെന്റ് വരച്ചിടുകയാണ്. പെയിൽ സിക്കിലി എന്ന് പറയുമ്പോൾ അതിൻ്റെ ശാരീരിക അവസ്ഥ വിളറി, വേണ്ടത്ര രക്തമില്ല, രോഗിയെ കണ്ടാത്തിന് രോഗിയെപ്പോലെ തോന്നും, പെയിൽ ആൻഡ് സിക്കിലി. ഇനി സാഡ് മോർട്ടൽസ്, മോർട്ടൽ എന്ന് വെച്ചാൽ നശ്വരനായ മനുഷ്യൻ എന്ന് പറയില്ലേ, മരിച്ചു പോകുന്ന ആൾ, സാഡ് മോർട്ടൽ. സാഡ്, അയാൾ ദുഃഖിതനാണ്, അപ്പോൾ അത് മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. ഒരു ലെമൻറ്റ്, അയാൾ പരിതപിക്കുന്നുണ്ട്, അയാൾ പശ്ചാത്താപം വരുന്നുണ്ട്, ദുഃഖം അയാളെ ഗ്രസിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് മനസ്സിൻ്റെ മണ്ഡലത്തിലേക്ക്, മനസ്സിൻ്റെ മാത്രമല്ല ഇൻ്റലക്റ്റിൻ്റെ മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞു, ബുദ്ധിയുടെ മണ്ഡലത്തിൽ. ബുദ്ധിപരമായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് അയാൾ ഇതിനെക്കുറിച്ച് ഖേദിക്കുന്നതും അതിനെക്കുറിച്ച് വിലപിക്കുന്നതും. ഓർ ദെയർ മിസ്സ്പെൻഡ് ലൈഫ്, തെറ്റായി ചിലവഴിക്കപ്പെട്ട ആ നല്ല കാലം. നമ്മൾ നിരവധി ഔഷധങ്ങളിൽ വരുന്നുണ്ട്. ചിലതിലൊക്കെ സാങ്കല്പികമാണ്. തന്നെ നല്ല കാലം ഞാൻ ദുർവ്യയം ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് അകാരണമായി ദുഃഖിക്കുന്ന ചില രോഗികൾ നമ്മൾ ചില ഔഷധങ്ങൾ കാണാം. ഇവിടെ അങ്ങനെയല്ല, കാരണസഹിതമാണ് ദുഃഖിക്കുന്നത്. അയാൾ ദുഃഖിക്കാനും പശ്ചാത്തപിക്കാനും അയാൾക്ക് കാരണമുണ്ട്, സ്ത്രീ ആയാലും പുരുഷനായാലും. ഇറ്റ് ഈസ് ഗുഡ് ഫോർ ബോത്ത് സെക്സസ്, ആണിനും പെണ്ണും കൊള്ളാമത്. സെക്ഷൽ വീക്ക്നെസ്, റിലാക്സേഷൻ ഓഫ് പാർട്സ്, ലൈംഗികമായ ക്ഷീണം, ലൈംഗിക അവയവങ്ങൾ തളർന്നു പോകുന്നു. അയാൾ ഒരു കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ, അയാൾക്ക് ജീവിത പങ്കാളി ഉണ്ടാകുമ്പോൾ, ആണായാലും പെണ്ണായാലും
അപ്പോൾ താൻ മിസ്പെൻഡ് ചെയ്ത, ദുർവ്യയം ചെയ്തു പോയ അരാജകത്വത്തിൽ ജീവിച്ച ആ കാലഘട്ടത്തെക്കുറിച്ച് അത് ദുഃഖിക്കും. ഇറ്റ് ഈസ് ഗുഡ് ഫോർ പ്രൊവേഷൻ ഓഫ് ഓൾ ദ ഫങ്ഷൻസ്. എല്ലാ പ്രവർത്തനങ്ങളും ഈ സാന്ദർഭികമായിട്ട് ലൈംഗിക അവയവങ്ങളുടെ ഫങ്ഷൻസ്, അതിൻ്റെ ആ ഫങ്ഷൻസ് എല്ലാം പേർവേർട്ടായി പോയി, അതെല്ലാം ക്രമം തെറ്റിപ്പോയി, മോശമായി പോയി, കറപ്റ്റായി പോയി. ദ വുമൺ ഹു ഇൻഡോൾജ് എക്സ്റ്റെൻസീവ്ലി ഇൻ സീക്രട്ട് വൈസ് ഫൗണ്ട് ആഫ്റ്റർ മാരേജ് ദാറ്റ് ഷീ ഹാഡ് നോ സെക്ഷൽ ത്രിൽ വാസ് ക്യൂർഡ് ബൈ ദിസ് റെമഡി. അപ്പോൾ ചെറുപ്പത്തിൽ കുത്തഴിഞ്ഞ ജീവിതം നയിച്ച ഒരു യുവതി, പ്രത്യേകിച്ച് യൂറോപ്യൻ സാഹചര്യങ്ങൾ അത് വളരെ സാധാരണമായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളിലും അത് ഏതാണ്ടൊക്കെ സാധാരണമായി വരുന്നുണ്ട്. ആ മാധ്യമങ്ങളുടെ ഒരു ആഗോളവൽക്കരണത്തിലൂടെ ആ ഒരു പടിഞ്ഞാറൻ സംസ്കാരം നമ്മൾ ഈ നാട്ടിലൊക്കെ ഇപ്പോൾ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ അങ്ങനെ നടന്നിട്ട് പിന്നീട് അവർ വിവാഹം കഴിഞ്ഞ ശേഷം അവർക്കൊരു ലൈംഗികമായ ഒരു ആനന്ദം കിട്ടുന്നില്ല, ത്രില്ലില്ല, അതിലൊരു ആഹ്ലാദം അവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഈ ഔഷധം സുഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം അതിൻ്റെ പ്രയോജനപ്രദമാണ് ഈ ഔഷധം എന്ന് ചിന്തിച്ചു നോക്കണം. ഇത്തരം കേസുകളൊക്കെ ഹോമിയോപ്പതിക്കാർക്ക് വരുമോ എന്ന് നിങ്ങൾ ചിലപ്പോൾ സംശയിക്കുന്നുണ്ടാകും. പക്ഷെ വരുമെന്ന് തന്നെയാണ് എൻ്റെ നിരവധി സുഹൃത്തുക്കളുടെയൊക്കെ അനുഭവത്തിൽ നിന്നും മനസ്സിലാവുന്നത്. ഇനി മറ്റൊരു പ്രശ്നം, ലേറ്റർ ഷീ വാസ് കൺഫൈൻഡ് ആൻഡ് നോ മിൽക്ക് കെയിം ഇൻ ഹെർ മമ്മേ. ഗർഭമായി, പ്രസവം കഴിഞ്ഞു, മുലപ്പാലിൻ്റെ ഉൽപ്പാദനം നടക്കുന്നില്ല. അഗെയിൻ ആഗ്നസ് സ്റ്റാർട്ടഡ് ദ ബിലേറ്റഡ് മിൽക്ക് അറ്റ് ദ എൻഡ് ഓഫ് 3 weeks. 3 മാസം കഴിയുമ്പോഴേക്കും വൈകിയ വേളയിലാണെങ്കിലും മുലപ്പാല് ഉൽപ്പാദിപ്പിക്കാൻ ആഗ്നസിന് സാധിച്ചിട്ടുണ്ട്. When the milk ceases after it has started or becomes scanty when the above history is known and the woman is sad, this remedy will, if not opposed, most likely cure. കൃത്യമായിട്ട് സാഹചര്യം പറയാണ്. ഇനി പാല് ആദ്യം ഉണ്ടായില്ല എന്ന് പറയും, ഇനി പാലുണ്ടായി, പാല് ചുരത്താൻ തുടങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നിന്നുപോയി, അങ്ങനത്തെ ഒരു സാഹചര്യം. അല്ലെങ്കിൽ നിന്നുപോയില്ലെങ്കിൽ തന്നെയും പാലിൻ്റെ അളവ് വല്ലാതെ കുറഞ്ഞു. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് നേരത്തെ പറഞ്ഞൊരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, സീക്രട്ട് വൈസസിൽ തെറ്റായ രഹസ്യ വേഴ്ചകളിൽ കഴിഞ്ഞുപോയ ഒരു ഭൂതകാലത്തിൻ്റെ ചരിത്രം ഉണ്ടെങ്കിൽ, ആ സ്ത്രീ ദുഃഖിതയാണെങ്കിൽ ഈ ഔഷധം ഇഫ് നോട്ട് ഒപ്പോസ്ഡ്, അതിന് ഒരു ഒപ്പോസിഷനൊന്നും വന്നില്ലെങ്കിൽ, അതിൻ്റെ പ്രവർത്തനത്തിന് തടസ്സം വന്നില്ലെങ്കിൽ മോസ്റ്റ് ലൈക്ലി മിക്കവാറും സുഖപ്പെടുത്തും. ഈ ഒപ്പോസിഷൻ എന്താകാം? എനിക്ക് തോന്നുന്നു ഇവിടെ എൻ്റെ വിശദീകരിക്കുന്നില്ല. ഒപ്പോസിഷൻ ചിലപ്പോൾ അവരിലുള്ള മറ്റൊരു ക്രോണിക് മാലഡി ആകാം, ആ മാലഡിയുടെ ഒപ്പോസിഷൻ ആകാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചികിത്സ, മറ്റുള്ളവരുടെ പ്രേരണയാലോ മറ്റെന്തെങ്കിലും ചികിത്സ കൊണ്ടുണ്ടാകുന്നൊരു ഒപ്പോസിഷൻ ആകാം. അല്ലെങ്കിൽ ഈ ഇംപെഡിമെൻസ് ടു ക്യൂർ എന്ന് പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു സൗഖ്യത്തിനുള്ള തടസ്സമാകാം. അങ്ങനെ എന്തോ ഒരു ഒപ്പോസിഷൻ. അങ്ങനത്തെ ഒരു ഒപ്പോസിഷൻ ഇല്ലെങ്കിൽ മിക്കവാറും ആഗ്നസ് കാസ്ട്രൂസ് ഈ ആ ഒരു അവസ്ഥയെ പരിഹരിക്കും, ആ സ്ത്രീയെ സുഖപ്പെടുത്തും, അവരുടെ ദുഃഖം കടന്നുപോകും, അവരുടെ ശാരീരികമായ പോരായ്മകൾ മാറി അവരുടെ കുട്ടിക്ക് ധാരാളം ആവശ്യത്തിനനുസരിച്ചുള്ള പാല് ലഭിക്കുകയും ചെയ്യും. ഇറ്റ് ക്യൂയേഴ്സ് യൂട്രൈൻ ഹെമറേജ് ആൻഡ് റെസ്റ്റോർസ് സപ്രസ്ഡ് മെൻസസ് ഇൻ യങ് വുമൺ വിത്ത് എ ഹിസ്റ്ററി എന്ന് വെച്ചാൽ ഇതേ ചരിത്രം തന്നെ, ഒരു രഹസ്യ ലൈംഗികതയുടെ, കുത്തഴിഞ്ഞ ലൈംഗികതയുടെ ഒരു ചരിത്രമുള്ള ഒരു യുവതിക്ക് ആർത്തവം സപ്രസ്ഡായിപ്പോയി, മൂത്രാശയത്തിൽ നിന്നും രക്തവാർച്ച ഉണ്ടാകുന്നു. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഈ ഔഷധം ഉപകരിക്കും. The vagina is much relaxed, there is often prolapses and there is a copious white egg-like leucorrhea. അപ്പോൾ സെക്ഷൽ പാർട്സ് റിലാക്സ്ഡായി, അതിന് തളർച്ചയുണ്ടായി, അത് ഈവൻ പ്രൊലാപ്സ് പോലും ഉണ്ടായി, ഇടിഞ്ഞു തൂങ്ങി വരുന്നൊരവസ്ഥ പോലും ഉണ്ടായി. അതിൽ നിന്നും മുട്ടയുടെ വെള്ള പോലെയുള്ള നിറത്തിലുള്ള ലുക്കോറിയ, വെള്ളപോക്ക്. ബട്ട് ദ പിറ്റിഫുൾ woebegone young man had broken over his early life, now finds himself newly married and impotent. ഇനി പുരുഷന്മാരുടെ കാര്യം. പിറ്റിഫുൾ, അയാളെക്കുറിച്ച് ഖേദിക്കാനും
അയാളോട് സഹതപിക്കാനേ പറ്റുള്ളൂ. പിറ്റിഫുൾ ഉള്ള അവസ്ഥ അത്രക്ക് സഹതാപാർഹമാണ്. പക്ഷേ കഴിഞ്ഞ കാലം നോക്കിക്കഴിഞ്ഞാൽ സഹതാപവും പലർക്കും തോന്നില്ല. വോബിഗോൺ യങ് മാൻ, അതായത് ദുഃഖിതനായി വല്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ് വോബിഗോൺ. ഹാർട്ട് ബ്രോക്കൺ ഓവർ ഹിസ് ഏർലി ലൈഫ്, തൻ്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് ഹൃദയം തകർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ഈ ഔഷധത്തിൻ്റെ കാര്യത്തിൽ, ആഗ്രസ് കാസ്റ്റൂസിൻ്റെ കാര്യത്തിൽ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റായിട്ട് വരുന്നത് ദുഃഖം എന്നുള്ളതാണ്. അയാളുടെ പശ്ചാത്താപം, സ്ത്രീയായാലും പുരുഷനായാലും കഴിഞ്ഞകാല കുത്തഴിഞ്ഞ ജീവിതത്തെക്കുറിച്ചുള്ള ദുഃഖം, പശ്ചാത്താപം കൊണ്ട് ഹൃദയം തകരുന്നൊരവസ്ഥ, അതാണ് ഇവിടെ ഒരു ഓപ്പറേറ്റീവ് പാർട്ടായിട്ട് വരുന്നത്. അങ്ങനെ വന്നിട്ട് ഇയാളും നേരത്തെ ഒരു സ്ത്രീയെക്കുറിച്ച്, പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞ പോലെ ഇയാൾ വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് ലൈംഗിക ശേഷിയില്ല, ഇമ്പോർട്ടൻ്റ് ആയിപ്പോയി. നേരത്തെ സ്ത്രീയുടെ കാര്യത്തിൽ അവർക്കൊരു ലൈംഗികതയുടെ ഒരു ആനന്ദം അവർക്ക് ലഭിക്കുന്നില്ല, ഒരു ഉത്തേജനം ലഭിക്കുന്നില്ല. ഇവിടെ പുരുഷന് ലൈംഗിക പ്രക്രിയ അനുഷ്ഠിക്കാൻ സാധിക്കുന്നുമില്ല, ഇമ്പോർട്ടൻ്റ് ആയിപ്പോയി. ഹി ഹാസ് ഹാഡ് ഗൊണേറിയ, അയാൾക്ക് ഗൊണേറിയ ഉണ്ടായിരുന്നു. ഹി ഹാസ് ലിവ്ഡ് ഇൻ എക്സസസ്, അമിതമായ ലൈംഗികതയിൽ, ലൈംഗിക മാത്രം അതിനോട് അനുബന്ധമായിട്ടുള്ള മറ്റു പല എക്സസസും ഉണ്ടാകാം, ലഹരിയും ഒക്കെ ഉണ്ടാകാം. ആൻഡ് നൗ സഫേഴ്സ് ഫ്രം റിലാക്സ്ഡ് ആൻഡ് കോൾഡ് ജെനിറ്റാലിയ. അങ്ങനെ ഈ പറഞ്ഞ പോലെ അടിച്ചു പൊളിച്ചെന്നൊക്കെ ഇപ്പോഴത്തെ പുതിയ ഭാഷയിൽ ജീവിച്ചിട്ട് ഇപ്പം അയാളുടെ ലൈംഗിക അവയവങ്ങളൊക്കെ തളർന്നു കിടക്കുകയാണ്. അതുകൊണ്ട് യാതൊരു കാര്യവും അയാളുടെ ഒരു നാച്ചുറൽ ഫങ്ഷൻ, ഒരു പുരുഷൻ എന്ന രീതിയിൽ, ഒരു മനുഷ്യജീവി എന്ന രീതിയിൽ അയാൾക്കുള്ള നാച്ചുറൽ സെക്ഷൽ ഫങ്ഷൻ അനുഷ്ഠിക്കാൻ അയാൾക്ക് സാധിക്കാത്തൊരവസ്ഥ. സ്ത്രീയെ സംബന്ധിച്ചോളം ഫങ്ഷൻ ചിലപ്പോൾ നടന്നു പോകും, ഒരു പാസീവ് പാർട്ടായതുകൊണ്ട്. പക്ഷേ അതിൽ നിന്നൊരു ത്രില്ല് ലഭിക്കുന്നില്ല. രണ്ട് കൂട്ടരും രണ്ട് തരത്തിലും പ്രശ്നത്തിലാണ്. എമിഷൻസ്, ബീജസ്ഖലനം നടന്നു പോകുന്നു. പ്രൊസ്റ്റാറ്റിക് ഡിസ്ചാർജ് അറ്റ് സ്റ്റൂൾ, മലശോധന നടത്തുന്ന സമയത്ത് പ്രൊസ്റ്റാറ്റിക് ഫ്ലൂയിഡ് പോകുന്നു. ഹിസ് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ വൈഫ് എക്സൈറ്റ്സ് നോ ഇറക്ഷൻ, ദോ ഓൺലി റീസെൻ്റ്ലി ഹി ഹാഡ് എ ക്ലാൻഡസ്റ്റൈൻ സക്സസ് ആൻഡ് ഹി ഹാസ് മോർണിംഗ് ഇറക്ഷൻസ് ബട്ട് നോ മോർ. എൻ്റെ എത്ര മനോഹരമായിട്ട് കലാപരമായിട്ട് ആ ഒരു ദുഃഖകരമായ അവസ്ഥയെ ഒറ്റ വാചകത്തിൽ എഴുതിയിരിക്കും നോക്കുക. അതിൽ എന്നെ ഈ പുസ്തകം വല്ലാതെ ആകർഷിച്ചത്, ഇതൊരു സാഹിത്യകൃതി വായിക്കുന്ന പോലെ പോലും നമുക്ക് വായിക്കാൻ പറ്റും. ഹിസ് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ വൈഫ് എക്സൈറ്റ് നോ ഇറക്ഷൻ. അയാൾക്ക് ഇങ്ങനത്തെ നടന്ന ഒരാൾക്ക് ആ സ്ത്രീയുടെ കഷ്ടകാലം, ഒരു സുന്ദരിയായൊരു യുവതിയെ അയാൾക്ക് ഭാര്യയായി കിട്ടി. പക്ഷേ ഇയാളിൽ ഒരു ഉത്തേജനം ഉണ്ടാക്കാൻ, ഇയാൾക്കൊരു ഇറക്ഷൻ ഉണ്ടാക്കാൻ ആ സ്ത്രീക്ക് സാധിക്കുന്നില്ല. ആ സ്ത്രീയുടെ കുഴപ്പമല്ല, അയാളുടെ കുഴപ്പം. പക്ഷേ പക്ഷേ ഈ അടുത്ത കാലത്ത്, ഈ വിവാഹത്തിനൊക്കെ മുമ്പ് അയാൾ ഒരു ക്ലാൻഡസ്റ്റൈൻ സക്സസ്, ഒരു രഹസ്യ വീഴ്ചയ്ക്ക് പോയിട്ട് അയാൾ വളരെ വിജയകരമായിട്ട് ലൈംഗിക പ്രക്രിയ അയാൾ അനുഷ്ഠിച്ചു. പക്ഷേ വിവാഹ ജീവിതത്തിലേക്ക് വന്നപ്പോഴേക്കും അയാൾക്ക് സാധിക്കാതെ വരുന്നു. ഇത് ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. ഒരു കേസ്, ഞാൻ ഹോമിയോപ്പതിയെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കകാലത്തിൽ വളരെ ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിന് ഈ ഒരു പ്രശ്നം, കോളേജിലത് പാട്ടായിരുന്നു. പിന്നീട് അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴാണ്, ഞാനിപ്പോൾ ഈ യങ് ബ്യൂട്ടിഫുൾ വൈഫ് എന്ന് പറഞ്ഞപ്പോഴാണ്, അവരുടെ വീട്ടിൽ പോയപ്പോഴേക്കും ഒരു കാര്യത്തിൽ റെക്കോർഡ് പിടിക്കാൻ വേണ്ടി പോകേണ്ടി വന്നു. അതിവിടെ ഞെട്ടിപ്പോയി. അത്രയ്ക്ക് സുന്ദരിയായ, സ്നേഹവതിയും വളരെ, ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളൊക്കെ എത്രത്തോളം സ്നേഹത്തോടെ ഞങ്ങളെ അവർ സ്വീകരിച്ചെന്നറിയാവും. ഇങ്ങനത്തെ ഒരു സ്ത്രീ വീട്ടിലുണ്ടായിട്ടാണോ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഞാൻ ചിന്തിച്ചു പോയി. പിന്നീടാണ് മനസ്സിലാക്കുന്നത്, കുറേ കഴിഞ്ഞിട്ട് അവരുടെ കുടുംബജീവിതമൊക്കെ വലിയ തകർച്ചയിലേക്ക് പോയിട്ട് അറിയാൻ സാധിച്ചു. അവർ രണ്ടുപേരും ജീവിച്ചിരിക്കുന്നില്ല, രണ്ടുപേരും മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ സമൂഹത്തിൽ പലയിടത്തുമുണ്ട്. അപ്പോൾ ഇയാൾ വിവാഹത്തിന് മുമ്പ് ഇയാൾ രഹസ്യവേഴ്ചയിൽ വിജയിച്ചെങ്കിലും വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു ഉത്തേജനം ലഭിക്കുന്നില്ല, ഇറക്ഷൻ പോലും അയാൾക്ക് കിട്ടുന്നില്ല. ആൻഡ് ഹി ഹാസ് മോർണിംഗ് ഇറക്ഷൻസ് ബട്ട് നോ മോർ. പ്രഭാതത്തിൽ ഇറക്ഷൻ ഉണ്ട്, പക്ഷേ പിന്നീടൊന്നുമില്ല. ഔട്ട് ഓഫ് ദി എബോ കോസ് ആൻഡ് കണ്ടീഷൻ കം മെനി ഡിസ്ട്രസിങ് സിംറ്റംസ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട്, നേരത്തെ പറഞ്ഞ ഒരു കുത്തഴിഞ്ഞ ലൈംഗികത കൊണ്ട്, സീക്രട്ട് വൈസസ് കൊണ്ട്, ആ ഒരു സാഹചര്യങ്ങൾ കൊണ്ട് നിരവധി മറ്റു പ്രയാസകരമായ മറ്റു പ്രശ്നങ്ങൾ, ശാരീരിക, ഇപ്പോൾ ലൈംഗിക പ്രശ്നങ്ങളോ അതിനോട് ബന്ധമായ മാനസിക പ്രശ്നങ്ങളോ ദുഃഖമൊന്നുമല്ല, മറ്റു പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ലോസ് ഓഫ് മെമ്മറി, ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നു,
ഡെസ്പയർ, നിരാശ, സൂയിസൈഡൽ തോട്ട്സ്, ആത്മഹത്യാചിന്ത, ആങ്സൈറ്റി, ഉത്കണ്ഠ, ഫിയർ, ഭയം, പീവിഷ്നസ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന, പെട്ടെന്ന് അസ്വസ്ഥത വരുന്ന ഒരവസ്ഥ. അയാളുടെ ഉള്ളിലുള്ള ദുഃഖവും നിരാശയും കൊണ്ടാണത്. ദിസ് പേഷ്യൻസ് സഫർ ഫ്രം ഹെഡേക്സ്, ഫോട്ടോഫോബിയ ആൻഡ് നെർവസ് സിംറ്റംസ് ടു ന്യൂമറസ് ടു മെൻഷൻ. പറഞ്ഞാൽ തീരാത്തത്രയും പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങളാണ്. തലവേദന, പ്രകാശത്തോടുള്ള ഭയം, നിരവധി നാഡീസംബന്ധമായുള്ള പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ ഒക്കെ വരുന്നത്. അത് എഴുതിയാൽ തീരില്ല എന്നാണ് എന്നോട് പറഞ്ഞത്, അല്ല പറഞ്ഞാൽ തീരില്ല. ഫോമിക്കേഷൻ ഓഫ് ദ സ്കിൻ, തൊലിയിൽ ഉറുമ്പരിക്കുന്ന പോലത്തെ ഒരു അനുഭവം. ടിയറിങ് പെയിൻസ് ടു ഹെഡ്, തലയിലേക്ക് ഇങ്ങനെ ഇറച്ചി കയറുന്ന തരത്തിൽ ഇങ്ങനെ വലിച്ചു കയറുന്ന വേദന. ഫേസ് ആൻഡ് ടീത്ത്, മുഖത്തും പല്ലുകളിലേക്കും ഒക്കെ അത്തരം ടിയറിങ് പെയിൻസ് വരുന്നുണ്ട്. ഓൾ ബട്ട് ദ സിംപ്ലസ്റ്റ് ഫുഡ് ഡിസോർഡേഴ്സ് ദ സ്റ്റൊമക് ആൻഡ് ഹി കംപ്ലൈൻസ് മച്ച് ഓഫ് നോസിയ. ഹിസ് മസിൽസ് ആർ ഫ്ലാബി, പേശികളൊക്കെ വലിഞ്ഞു തൂങ്ങി. ഹിസ് അനീമിക് ആൻഡ് ഹിസ് ഗ്ലാൻഡ്സ് ആർ എൻലാർജ്ഡ്, അയാൾക്ക് രക്തക്കുറവുണ്ടായി, അയാളുടെ ഗ്രന്ഥികളൊക്കെ വികൃതമാകുന്നു. എസ്പെഷ്യലി ദ സ്പ്ലീൻ വീർത്തു വരുന്നു. ഈസ് ഗ്രോയിങ് ഇൻക്രീസിംഗ്ലി ഫ്ലാറ്റ്ലൻഡ്, ഈ വായുകോപം, കീഴ്വായു വളരെ അധികമായിട്ടുണ്ടാകുന്നു. ദ അബ്ഡമിനൽ വിസറ ഹാങ് ഡൗൺ ആസ് എ വെയിറ്റ്, അടിവയറ്റിലുള്ള ആന്തരികാവയവങ്ങൾ അതിൻ്റെ റിലാക്സേഷൻ വന്നിട്ട് അതിൻ്റെ പിടുത്തം വിട്ടിട്ട് തൂങ്ങി വരുന്നു, വയറ് വീർത്ത് തൂങ്ങി വരുന്നു. ദർ ഇസ് എ ഗ്രോയിങ് വീക്ക്നെസ് ഓഫ് ദ റെക്ടം ആൻഡ് കോൺസ്റ്റിപ്പേഷൻ, അയാളുടെ മലാശയത്തിൽ ക്ഷീണമുണ്ടായി, ആ ക്ഷീണം വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു, മലത്തെ പുറന്തള്ളാൻ സാധിക്കുന്നില്ല. ആൻഡ് ഹി പ്രസസ് ഹാർഡർ സ്റ്റൂൾ, മലം പോകാൻ വേണ്ടി വല്ലാതെ ബലം പിടിക്കണം. വിച്ച് ഓഫൺ ഫെയിൽസ് ആൻഡ് സ്ലിപ്സ് ബാക്ക് ലൈക്ക് സൈരീഷ്യ, സാനിക് ആൻഡ് തുജ. അപ്പോൾ ബലം പ്രയോഗിക്കുമ്പോൾ മലം പുറത്തേക്ക് വന്നു തുടങ്ങും, പക്ഷേ മിക്കവാറും അത് സ്ലിപ്പാകും, പുറത്തേക്ക് തിരികെ ഉള്ളിലേക്ക് തന്നെ പോകും. 3 സമാനതകളാണ്: സൈരീഷ്യ, സാനിക്ക്, തൂജ. ഇതൊക്കെ റൂട്ടീനായിട്ട് വിചാരിച്ച് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്ര ഒരു കേസായിരിക്കാം. അതിൻ്റെ ഹിസ്റ്ററി, ആ മൈൻഡ് ഒക്കെ നോക്കണം. ദ സ്റ്റൂൾ ഈസ് ലാർജ് ആൻഡ് ഹാർഡ്, വലിയ കട്ടിയുള്ള മലമാണുള്ളത്. ഇച്ചിങ് സ്മാർട്ടിങ് അറ്റ് ദ ഏനസ്, മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ചൊറിച്ചിലുണ്ട്, നീറ്റലുണ്ട്. നോയ്സി ഫ്ലാറ്റസ് ഓഫ് എ യൂറിനസ് ഓർഡർ, മൂത്രത്തിൻ്റെ മണമുള്ള ശബ്ദത്തോടു കൂടിയ കീഴ്വായു പോകുന്നു. എസ്കോറിയേറ്റഡ് ഏനസിൻ്റെ അവിടെ വന്നിട്ട് തൊലി പോയി അവിടെ നീറ്റലൊക്കെ ഉണ്ടാകുന്നു. ഹി സൂൺ ടേക്സ് ഓൺ എ ഹാക്കിംഗ് കോഫ് ആൻഡ് നൈറ്റ് സ്വെറ്റ്സ്, കുറച്ച് വൈകാതെ തന്നെ അയാൾ ഒലയ്ക്കുന്ന ചുമ വരുന്നു, രാത്രി വിയർപ്പ് വരുന്നു. മിക്കവാറും ക്ഷയരോഗിയായിട്ട് അയാൾ മാറിയായിരിക്കും, ക്ഷയം. ദ ലിംസ് ആർ ടയേർഡ് ആൻഡ് കോൾഡ്, കൈകാലുകൾ ക്ഷീണിക്കുന്നു, തണുത്ത അവസ്ഥയിൽ വരുന്നു. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് വളരെ പ്രസിദ്ധനായ ഒരു കവിയുടെ പേരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം ക്ഷയരോഗിയായിട്ടാണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചരിത്രം, ചെറിയ പ്രായത്തിൽ, ചെറുപ്പത്തിലെ തന്നെ ധാരാളം ആരാധകരുണ്ടായിരുന്നു, ആരാധീയമാരൊക്കെ. അപ്പോൾ ചങ്ങമ്പുഴ തന്നെ തുറന്ന് കുമ്പസാരം പോലെ പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് രഹസ്യ വീഴ്ചകൾ അയാൾക്കുള്ളതായിട്ട്. അയാളുടെ ഭാര്യയുടെ ഓർമ്മകളിൽ, ശ്രീദേവി ചങ്ങമ്പുഴ മരിച്ചുപോയി, അവരുടെ പല ഇൻ്റർവ്യൂസിലും അവർ പറഞ്ഞിട്ടുണ്ട് ഭർത്താവിൻ്റെ ഈ പരസ്ത്രീ ബന്ധങ്ങൾ വിവാഹത്തിന് മുൻപും അതിന് ശേഷമൊക്കെ ഉള്ള അദ്ദേഹം ആഘോഷിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവർ അനുഭവിച്ച കഠിനമായ ദുഃഖത്തെക്കുറിച്ച്. പക്ഷെ എന്തു പറ്റി, കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷയരോഗിയായി ഈ പറയുന്നൊരവസ്ഥ. തൻ്റെ കഴിഞ്ഞകാല ചെയ്തികളെക്കുറിച്ച് വല്ലാതെ ദുഃഖിച്ചു. ആ ഇടക്ക് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്ന, ഇൻ്റർവ്യൂ പോലെ സംസാരിക്കാൻ വന്ന ഈ അടുത്തിടക്ക് മരിച്ചുപോയ പ്രൊഫസർ MK സാനു, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സാനു മാസ്റ്റർ, അദ്ദേഹത്തോട് ഈ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം തുറന്നു പറഞ്ഞു. കുറച്ച് സുഹൃത്തുക്കളുടെയൊക്കെ സാമ്പത്തിക സഹായമൊക്കെ ശേഖരിച്ച് ചങ്ങമ്പുഴയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൂടിയാണ് അദ്ദേഹം ചെന്നത്. അപ്പം അത് സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് കരഞ്ഞുപോയി. തൻ്റെ തന്നെ തെറ്റായ പ്രവർത്തികൾ കൊണ്ട് സംഭവിച്ചതാണല്ലോ ഈ ഒരവസ്ഥ എന്ന് ചങ്ങമ്പുഴ തുറന്നു പറഞ്ഞു. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ എന്നിട്ടും തന്നെ വെറുക്കാതെ ആളുകൾ തൻ്റെ ഈ ഒരു അവസ്ഥയിൽ തനിക്ക് വേണ്ടിയിട്ട് അന്നൊക്കെ ദാരിദ്ര്യമുള്ള കാലമാണ്, സാമാന്യം നല്ലൊരു തുക പിരിച്ചു കൊടുത്തു. അപ്പോൾ ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ചങ്ങമ്പുഴയുടെ ചിത്രം വന്നത്. പാശ്ചാത്യ സാഹിത്യത്തിലും അങ്ങനെ പലരും ഉണ്ട് കേട്ടോ.
ദ ലിംസ് ആർ ടയർഡ് ആൻഡ് കോൾഡ്. ഹീ ഈസ് സെൻസിറ്റീവ് ടു കോൾഡ്. തണുപ്പിനോട് വല്ലാതെ സംവേദനക്ഷമത. ആൻഡ് വാണ്ട്സ് ടു റിമെയിൻ ക്വയറ്റ്. ശാന്തമായിരിക്കണം. പിന്നെ അയാൾക്ക് തിമിർക്കാനൊന്നും പറ്റില്ല. ശാന്തമായി ഇരിക്കാനാണ് ആൾക്കിഷ്ടം. എക്സർഷൻ ആൻഡ് മോഷൻ ഇൻറ്റൻസിഫൈ ഹിസ് കംപ്ലൈൻസ്. എന്തെങ്കിലും അധ്വാനിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ചലിച്ചു കഴിഞ്ഞാൽ അയാളുടെ പ്രശ്നങ്ങളെല്ലാം വർദ്ധിക്കും. ഹി ഹാസ് ബീൻ ടു മെനി അഡ്വൈസേഴ്സ് ആൻഡ് ദേ ഹാവ് ടോൾഡ് ഹിം ഹി ഹാസ് ന്യൂറാസ്തേനിയ. ഇയാൾ നിരവധി ഉപദേഷ്ടാക്കളത്ത് പോയി. അഡ്വൈസേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിക്കവാറും ഫിസീഷ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആരോഗ്യശാസ്ത്രത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ നിരവധി ആളുകളുടെ ഇദ്ദേഹം പോയി. അവരൊക്കെ പറഞ്ഞതെന്താ? ഈ ന്യൂറാസ്തേനിയ, നാഡീക്ഷയം എന്ന് ഒറ്റ വാക്കിൽ മലയാളത്തിൽ പറയുന്നൊരു അവസ്ഥ. അപ്പോൾ ആയുർവേദത്തിലൊക്കെ പറയുന്നത് ഇങ്ങനെ ലൈംഗികമായ അമിത വേഴ്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പിന്നീട് സംഭവിക്കുന്ന അവസ്ഥ നാഡീക്ഷയം. നാഡീക്ഷയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആണ് ഈ മറ്റേ ക്ഷയവും കൂടി. കാരണം ക്ഷയരോഗാണുക്കളൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിൽ ധാരാളം ഉണ്ടാകാം. നമ്മുടെ എല്ലാവരുടെയും ശ്വാസകോശത്തിലൂടെ ഇത് കടന്നു പോകുന്നുണ്ടാകാം. പക്ഷെ നമ്മളെയൊന്നും ബാധിക്കുന്നില്ല, പലരെയും ബാധിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു നാഡീക്ഷയം ബാധിച്ചൊരവസ്ഥ സീക്രട്ട് വൈസസ് കൊണ്ടായോ എന്തായാലും നാഡീക്ഷയം ബാധിച്ച് വൈറ്റാലിറ്റി ഇടിഞ്ഞു പോയൊരവസ്ഥയിൽ വരുമ്പോൾ ഈ അന്തരീക്ഷ വായുവിലെ ഈ ക്ഷയരോഗാണുക്കളെ അയാളെ കയറി ബാധിക്കും. അയാൾ ക്ഷയരോഗിയായിട്ട് മാറും. അതായിരിക്കണം അതിൻ്റെ ശാരീരിക ശാസ്ത്രം. അപ്പോൾ അയാൾക്ക് നടീക്ഷയമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനത്തെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം വെച്ചുകൊണ്ട് അയാളെ ഏറ്റവും എളുപ്പത്തിൽ ചികിത്സിക്കാൻ പറ്റിയ ഒരേ ഒരു വൈദ്യശാസ്ത്ര വിഭാഗം ഹോമിയോപ്പതിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എൻ്റെ മനസ്സിലേക്ക് മറ്റൊരു ചങ്ങമ്പുഴ അല്ലാതെ എൻ്റെ മനസ്സിലേക്ക് മറ്റൊരു കാര്യം വന്നത് വളരെ പ്രസിദ്ധമായൊരു പുസ്തകം, സ്വാതന്ത്ര്യ അർദ്ധരാത്രി എന്നുള്ള പുസ്തകം. 2 വിദേശികൾ വന്ന് എഴുതിയ പുസ്തകമാണ്. നിങ്ങൾ പലരും വായിച്ചു കാണും. വളരെ വിശദമായിട്ട് ഇന്ത്യയുടെ ചരിത്രമൊക്കെ അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. സാന്ദർഭികമായിട്ട് ഒരുപാട് കഥകൾ വരുന്നുണ്ട്. അങ്ങനെ ഏതൊരു രാജാവ്, ഉത്തരേന്ത്യയിലെ ഏതൊരു വളരെ സമ്പന്നമായ ഒരു രാജകുടുംബത്തിലെ ഒരു അംഗം, അദ്ദേഹം ഇതേപോലെ മതിച്ച് ജീവിച്ച ആളാണ്. നിരവധി അന്തഃപുര സ്ത്രീകളുമായിട്ടും അല്ലാത്തവരുമായിട്ടൊക്കെ രമിച്ച് ജീവിച്ചിട്ട് അയാൾക്ക് നാഡീക്ഷയം വന്നു. നാഡീക്ഷയം വന്നു കഴിഞ്ഞപ്പോൾ എന്നിട്ടും അയാൾക്ക് ആ പ്രവൃത്തി തുടരണം. അതിനു വേണ്ടിയിട്ട് വലിയ വൈദ്യന്മാരെ കൊണ്ടുവന്നിട്ട് അയാൾക്ക് ഉത്തേജനം, പറഞ്ഞില്ലേ, ഉത്തേജനം കിട്ടുന്നില്ല, ഇമ്പോർട്ടൻസ് വന്നു. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും വൈദ്യന്മാരെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു വൈദ്യൻ കൊടുത്ത ഒരു ചികിത്സയെക്കുറിച്ച് വളരെ രസകരമായിട്ട് നമുക്ക് സങ്കടം തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ. ഈ ഡൊമിനിക് ലാപ്പിയർ എഴുതിയിട്ടുണ്ട് ഈ സ്വാതന്ത്ര്യ അർദ്ധരാത്രി എന്ന പുസ്തകത്തിൽ. ആ വൈദ്യം വിധിച്ചത് ഒരു സവിശേഷമായ ഇനം കുരുവിയുടെ തലച്ചോറ്. ആ കുരുവിയുടെ തലച്ചോറ് ഒരു ശകലമേ ഉണ്ടാവുള്ളൂ, പക്ഷെ ധാരാളം വേണം. അതുകൊണ്ട് ലേഹ്യമോ എന്തോ ഉണ്ടാക്കാൻ. അങ്ങനെ വളരെ സറ്റേറിക്കലായിട്ട് അവർ പറയുന്നുണ്ട്, ആ നാട്ടിലുള്ള അത്തരം കുരുവികൾ മുഴുവൻ തീർന്നുപോയി. രാജാവ് ഉത്തരവിറക്കി ആ കുരുവികളെ കിട്ടുന്നത്രയും പിടിച്ചുകൊണ്ട് വരിക. ഈ എൻ്റെ തലച്ചോറെടുത്തിട്ട് ഈ രാജാവിൻ്റെ നാഡീക്ഷയത്തെ, അയാളുടെ ലൈംഗിക രാജകത്വം കൊണ്ടുണ്ടായ ആ ഒരു ദുരവസ്ഥയെ പരിഹരിക്കാൻ പാവം കുരുവികളെല്ലാം ഇല്ലാതായിപ്പോയി എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരം കേസുകളൊക്കെ ഹോമിയോപ്പതിയിൽ ഹീൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു ഔഷധത്തിൻ്റെ കാര്യത്തിൽ അയാൾ സ്ത്രീയായാലും പുരുഷനായാലും ശരി ആ പഴയകാല ചെയ്തികളെക്കുറിച്ച് ഹൃദയം തകർന്നൊരവസ്ഥയാണ്. അതിനെക്കുറിച്ച് ഖേദിക്കുന്നൊരവസ്ഥയാണ്. ഈ പറഞ്ഞ രാജാവിൻ്റെ അവസ്ഥയല്ല. രാജാവ് അങ്ങനെ ഖേദിക്കേണ്ട അവസ്ഥയിലും വീണ്ടും അയാളുടെ പഴയകാല ജീവൻ തുടരാൻ ശ്രമിക്കുന്ന ആളാണ്. ഇവിടെ അങ്ങനെയല്ല, സാഡാണ്, ഹാർട്ട് ബ്രോക്കൺ ആണ്. അപ്പോൾ അല്ലാത്ത കേസുകളും മറ്റു ഔഷധങ്ങൾ വരാം. ഹി മസ്റ്റ് ഹാവ് ആഗ്നസ് കാസ്റ്റസ്. ഇങ്ങനത്തെ ഒരു കേസിൽ അയാൾക്ക് അയാൾക്ക് ആഗ്നസ് കാസ്റ്റൂസ് തന്നെ വേണം. നമുക്ക് ഒരു കുഞ്ഞധ്യായമാണ്, വളരെ കുറച്ചൊക്കെ എൻ്റെ പറയുന്നുള്ളൂ. പക്ഷേ സാമാന്യം ഭംഗിയായിട്ട് പ്രൂവ് ചെയ്യപ്പെട്ട ഔഷധമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മെൻ്റൽ സിംറ്റംസ് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം നിരവധി ഔഷധങ്ങളുണ്ട്. അതൊക്കെ ശ്രദ്ധാപൂർവം പഠിക്കുക. റൂട്ടീനായിട്ട് ചിലപ്പോൾ ഇന്ന മരുന്ന് കൊടുക്കണമെന്നൊക്കെ ചിലപ്പോൾ മനസ്സിൽ തോന്നുമായിരിക്കും. ഇന്ന് തന്നെ ചില ഔഷധങ്ങളൂടെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് അവരുടെ ഹിസ്റ്ററി മനസ്സിലാക്കി, ഈ ഹിസ്റ്ററിയൊക്കെ എളുപ്പത്തിൽ തന്നെ എടുക്കാൻ പറ്റുന്നതല്ല. അവരുടെ സുഹൃത്തുക്കളുമായിട്ടും ബന്ധുക്കളുമായിട്ടും ഒക്കെ സംസാരിച്ചാലൊക്കെ ഇത് കിട്ടുള്ളൂ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ അത്ഭുതകരമായ രോഗശാന്തികൾ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാക്ടീസിൽ വളരെയധികം പേരെടുക്കാനും വിജയിക്കാനും പറ്റും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ അലക്ട്രിസ് ഫെരിനോസ എന്നുള്ള അധ്യായമാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.